പ്രതിപക്ഷ നിരയിലെ ശക്തമായ ഐക്യത്തിൻ്റെ നേർക്കാഴ്ചയ്ക്കാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിക്ക് നേരെ പശ്ചിമ ബംഗാളിലുണ്ടായ ക്രൂരമായ ആക്രമണം ഈ രാജ്യത്തെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പുതിയൊരു ദിശാബോധം നൽകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അക്രമബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനിടയിലാണ് അഭിഷേക് ബാനർജിക്ക് നേരെ BJPയുടെ ഗുണ്ടാ സംഘങ്ങളുടെ ആസൂത്രിതമായ ആക്രമണമുണ്ടായത്. രക്തം കട്ടപിടിക്കുന്ന തരത്തിൽ മാരകമായി പരിക്കേറ്റ അദ്ദേഹം തലനാരിഴക്കാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഈ വധശ്രമത്തിന് പിന്നിൽ BJPയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വവും മമതാ ബാനർജിയും ശക്തമായി ആരോപിക്കുന്നു. അധികാരത്തിൻ്റെ ബലത്തിൽ പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്താമെന്ന BJPയുടെയും അവരുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെയും അഹങ്കാരത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ സംഭവത്തോടെ രാജ്യത്തുണ്ടായ പ്രതിപക്ഷ കൂട്ടായ്മ. എതിർക്കുന്നവരെ ആക്രമണത്തിലൂടെയും ഭയപ്പെടുത്തലിലൂടെയും നിശബ്ദരാക്കാമെന്ന് കരുതുന്ന ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ ഒറ്റക്കെട്ടായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഭിന്നതകൾ മറന്ന് പ്രതിപക്ഷം ഒന്നിച്ച് അണിനിരന്നത് ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഒരു പ്രമുഖ പ്രതിപക്ഷ നേതാവിന് നേരെ സ്വന്തം സംസ്ഥാനത്ത് വെച്ച് ഇത്തരമൊരു ആക്രമണം നടന്നിട്ടും ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ സംസ്ഥാന ഭരണകൂടവും പോലീസും മനഃപൂർവ്വം പരാജയപ്പെട്ടു എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഇത് കേവലം ഒരു ആക്രമണമല്ലെന്നും ജനാധിപത്യത്തെ തകർക്കാൻ BJP നടത്തുന്ന ആസൂത്രിത ശ്രമങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്ത് ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് ജനങ്ങളെ വിഭജിക്കാനാണ് കേന്ദ്രഭരണ കക്ഷിയായ BJP ശ്രമിക്കുന്നത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. പശ്ചിമ ബംഗാളിൽ അശാന്തി പടർത്താൻ BJP മെനഞ്ഞ വലിയൊരു ഗൂഢാലോചനയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. BJPക്ക് അറിയാവുന്നത് വെറുപ്പിൻ്റെയും അക്രമത്തിൻ്റെയും രാഷ്ട്രീയം മാത്രമാണെന്നും അവർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാനമായ രീതിയിൽ തന്നെ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും രാജ്യത്തെ ക്രമസമാധാന നില തകർന്നതിനെതിരെയും BJPയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തിനെതിരെയും അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഡബിൾ എഞ്ചിൻ സർക്കാരുകളുടെ വികസന അവകാശവാദങ്ങൾ വെറും പൊള്ളയാണെന്നും പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ അടിവരയിടുന്നു. രാഷ്ട്രീയമായി ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ അസാധാരണമായ ഒരുമിക്കൽ ഉണ്ടായിരിക്കുന്നത്. മുൻപ് തെരഞ്ഞെടുപ്പ് വേളകളിൽ ഇന്ത്യ മുന്നണിയുമായി താൽക്കാലികമായി അകലം പാലിക്കുകയും ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത മമതാ ബാനർജിയെ BJPയുടെ ഈ കിരാത നടപടി പ്രതിപക്ഷ നിരയിലേക്ക് കൂടുതൽ ശക്തമായി അടുപ്പിച്ചിരിക്കുന്നു. തങ്ങളെ അടിച്ചമർത്താൻ നോക്കുന്ന ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ഭീഷണിയെ ഒറ്റയ്ക്ക് നേരിടുന്നതിനേക്കാൾ ഭേദം ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയുടെ ഐക്യമാണെന്ന് ഈ സംഭവം അവരെ ബോധ്യപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ മമതാ ബാനർജി പ്രതിപക്ഷ നേതാക്കളുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അക്രമ രാഷ്ട്രീയത്തിലൂടെ അധികാരം നിലനിർത്താമെന്ന് മോഹിക്കുന്ന ഡബിൾ എഞ്ചിൻ സർക്കാരിനുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ മുന്നണിയുടെ ഈ പുത്തൻ ഉണർവ്.